ഹര ഹര ശിവ ശിവ എന്ന് ഒരു നാമം ചൊല്ലേടാ, പാമരനെ ഉനക്കതിൽ പാരമെന്നേടാ. യമൻ വന്നാൽ കൊല്ലാത്തവൻ വിടമാട്ടാ, സാംബ ശിവദാസൻ എന്നാൽ തൊടമാട്ടാ. ഇങ്ങനെ പാടിയിരുന്നാ മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? മനുഷ്യനും മനുഷ്യനുള്ള ബന്ധത്തിന്റെ ആർദ്രത, അതാണ് സ്പിരിച്വൽ കോഷ്യന്റ്. സോഷ്യോ കോഷ്യന്റ് സാമൂഹ്യ ബന്ധം വേണം. സയൻസ് കോഷ്യന്റ് ശാസ്ത്രബോധം വേണം. അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു നമ്മുടെ കുട്ടികൾ വല്ലാതെ. നിങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസമായിക്കോട്ടെ, ദൈവത്തിൽ വിശ്വസിച്ചോട്ടെ, പക്ഷേ ദൈവമാണ്, ദൈവത്തിലൂടെ എല്ലാം നേടും, ഞാനൊന്നും അനങ്ങണ്ടെന്ന് വിചാരിച്ചാൽ ലോകം തുടങ്ങിയെടുത്തുണ്ടാവില്ലേ? ലോകം തുടങ്ങിയെടുത്തുണ്ടാവും. ലോകം വളരണമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും ദൈവം തന്നിരിക്കുന്ന ഈ കർമ്മം ചെയ്യാനുള്ള കൈയും കാലും അത് ചലിപ്പിക്കാൻ അറിയാത്തവൻ ദൈവനിഷേധിയാണ്. മനുഷ്യനായിട്ട് നിനക്ക് ജന്മം തന്നില്ലേ? ഏറ്റവും ഉറപ്പുള്ള ഒരവയവത്തെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവത്തെ ഏറ്റവും ഉറപ്പുള്ള ഒരു എല്ല് കൊണ്ട് പൊതിഞ്ഞു വെച്ച് തന്നില്ലേ? ഏറ്റവും ഉറപ്പുള്ള എല്ലേതാ മനുഷ്യ ശരീരത്തിൽ? തലയോട്ടിയാണ്. ആ തലയോട്ടിക്കുള്ള ഈ ചോറാണ്, തലച്ചോറാണ് പ്രധാനം എന്ന് ദൈവം നമ്മളോട് പറഞ്ഞില്ലേ? ഏറ്റവും അപ്രധാനമായ അവയവം ഏതാണ്? അത് എല്ലുകൊണ്ട് പൊതിയാതെ വെറും ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന വയറാണ്. പക്ഷെ ഈ ചോറിനേക്കാൾ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവൻ മനുഷ്യനല്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ഈ ചോറ് ഉപയോഗിക്കണ്ടേ? ഈ ലോകത്തുള്ള എല്ലാ നേട്ടവും ഉണ്ടായത് ഈ ചോറ് കൊണ്ടായി. ഈ ചോറുണ്ടായി, ഈ ചോറ് വളർന്നത് കൊണ്ടായി ഈ ചോറ് നമുക്ക് കിട്ടിയത്. മനസ്സിലാക്കണം, അതാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ എല്ലാം ദൈവം തരും. നമ്മളിങ്ങനെ ഹര ഹര ശിവ ശിവ എന്ന് ഒരു നാമം ചൊല്ലേടാ, പാമരനെ ഉനക്കതിൽ പാരമെന്നേടാ. യമൻ വന്നാൽ കൊല്ലാത്തവൻ വിടമാട്ടാ, സാംബ ശിവദാസൻ എന്നാൽ തൊടമാട്ടാ. ഇങ്ങനെ പാടിയിരുന്നാ മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കൂല. അപ്പോ മുന്നോട്ട് കുതിക്കണം. ആ കുതിക്കണമെങ്കിൽ മനുഷ്യരും ഒത്തുകൂടണം.